മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ ഇത്രയും സമ്പുഷ്ടനായി അള്ളാഹു പടച്ചത്, അവന്റെ കണ്ണുകൾ നൽകിയത്, ആരോഗ്യം നൽകിയത്, ശരീരത്തിലെ ഓരോ അവയവവും നൽകിയത് ഒന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ലാതെയാണ്. ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒന്നും നമ്മുടെ ശരീരത്തിലില്ല. മനുഷ്യന്റെ കണ്ണാവട്ടെ ചെവിയാവട്ടെ എന്തും. ഒരു നാടൻ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അള്ളാഹു നമുക്ക് നൽകിയ അവയവങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ മൂക്ക്. അള്ളാഹു നമുക്ക് മുഖത്ത് സുന്ദരമായി സംവിധാനിച്ചു. മൂക്കിന് 2 ദ്വാരങ്ങൾ, 2 ഓട്ടകളുണ്ട്. ആ 2 ഓട്ടയും താഴോട്ടാക്കി നിർത്തി. അപ്പൊ നമ്മളിങ്ങനെ ജലദോഷമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മൂക്കിങ്ങനെ താഴോട്ടായതുകൊണ്ട് നമ്മൾ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവിക്കും. സുജൂദി പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ വല്ലാത്തൊരു അസ്വസ്ഥതാണ്. എന്തും ക്ഷമിക്കായി, ജലദോഷം തീരെ സഹിച്ചൂടാ എന്ന് നമ്മൾ പറഞ്ഞു പോകും. അതേസമയം പടച്ചവനെങ്ങാനും നമ്മുടെ മൂക്കിന്റെ ദ്വാരങ്ങൾ മുകളിലേക്കായിട്ടാണ് പടച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് നമുക്ക് ആലോചിച്ചൂടെ? ഒരു മഴ പെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇറങ്ങി പോവാ, നമ്മുടെ തലച്ചോറ് ഫുള്ള് വെള്ളമായിട്ടുണ്ടാവും. കാരണം നേരെ മൂക്കിന്റെ ഓട്ടം മുകളിലേക്കാണല്ലോ, വെള്ളം ഒന്നാകെ കയറി തലച്ചോറ് ഫുള്ള് വെള്ളമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ തലച്ചോറിന്റെ 85% വെള്ളമാണ്, ബാക്കി 15% വറ്റുള്ളൂ എന്ന് പറയാം. അപ്പോ അതന്നെ എക്സ്ട്രാ ആണ്. അതിന്റെ ഇടയിൽ ഇനി മഴവെള്ളം കൂടി തലച്ചോർക്ക് പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് പടച്ചോർ മൂക്കിനെ താഴോട്ടാണ് പടച്ചിട്ടുള്ളത്. ഇനി മുൻഭാഗത്ത് സൃഷ്ടിച്ച് അങ്ങനെ നമുക്ക് ഒരുപാട് ആലോചിക്കാൻ പറ്റും. എന്താ മുൻഭാഗത്തേക്ക് സൃഷ്ടിച്ചത്? ബാക്കിലായിക്കൂടെ? ബാക്കിലായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് മൂക്കെങ്ങാനും ബാക്കിലാണെങ്കിൽ വെച്ചടിച്ചടിച്ച് രാവിലെ എണീക്കുമ്പോഴേക്കും മൂക്കാകെ ചമ്മന്തിയിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ ഓരോന്നും ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഓരോന്നും അങ്ങനെയാണ്. മനുഷ്യന്റെ കണ്ണിൽ മാത്രം 100 മില്യൺ കോശങ്ങളുണ്ട്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ തന്നെ 10 ലക്ഷം. അപ്പൊ മനുഷ്യന്റെ ഒരു കണ്ണിൽ 100 മില്യൺ കോശങ്ങൾ അള്ളാഹു നൽകിയത് എന്തിനു വേണ്ടിയാണ്? പ്രകാശത്തെ സ്വീകരിക്കാൻ വേണ്ടി. ഇപ്പൊ ലൈറ്റ് കാണുന്നത്, ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാകുന്നത് ഒരു കണ്ണിൽ മാത്രം 100 മില്യൺ കോശങ്ങൾ തന്നിട്ടാണെന്ന് പറയുമ്പോൾ 2 കണ്ണിലും 200 മില്യൺ കോശങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. കണ്ണിന്റെ മസിലുകൾ തന്നെ ഒരു ദിവസം 1,00,000-ലധികം തവണ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ കണ്ണ് ഇളകുന്നുണ്ട്. കണ്ണ് തീരെ ഇമ വെട്ടാതെ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വെച്ചാൽ 1 മിനിറ്റ് പോലും നമുക്ക് കഴിയില്ല. അപ്പൊ ഇമ വെട്ടിപ്പോകും. ഒരു ദിവസം 1,00,000-ലധികം തവണ നമ്മുടെ കണ്ണിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണിനെ പറ്റി മാത്രം പറയുമ്പോൾ കണ്ണിനാണ്ടോ ഇവിടെ കൺപോളകൾ അള്ളാഹു സംവിധാനിച്ചു. ഈ കൺപോളയുള്ളത് കൊണ്ടല്ലേ പൊടി കടക്കാതെ നമ്മുടെ കണ്ണിനെ നമ്മൾ സംരക്ഷിക്കുന്നത്. കണ്ണിനെങ്ങാനും പോളയില്ലായിരുന്നെങ്കിൽ റോഡിലൂടെ നടന്നു ഒരു ടിപ്പർ ലോറിയോട് പോയാൽ മതിയാവും. പിന്നെ 2 ദിവസത്തിന് നമുക്ക് കണ്ണ് കാണൂല. അപ്പൊ പൊടി വരുമ്പോ കണ്ണടച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നത് ഈ പോളയുള്ളത് കൊണ്ടാണ്. കണ്ണിന്റെ ഈ പോള കണ്ണിൽ നിന്നുള്ള കണ്ണുനീര് ഉറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അടച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ്. കുറെ ചിന്തിക്കാം. ചെറിയ കുട്ടികളെ കണ്ടില്ലേ, ഉമ്മാന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവര് കരയാ, കണ്ണ് ചിമ്മിയിട്ടാണ് കരയാ. കണ്ണ് ചിമ്മിയിട്ട് കരയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ണുനീരും തൊണ്ടയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. കണ്ണിൽ വരുന്നിട്ടിച്ചാ ഇവിടെ ഇതിന്റെ ഒരു കയ്പുണ്ടാവുമല്ലോ. അള്ളാഹുവിന്റെ സൃഷ്ടി സംവിധാനത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ ചെറിയ കുട്ടികൾ കരയുമ്പോ അവര് കണ്ണ് ചിമ്മിയിട്ടാണ് വാവിട്ട് കരയും, കണ്ണ് തുറന്നു നോക്കൂല. കാരണം ആ കുട്ടിക്ക് അള്ളാഹു സംവിധാനിച്ച രൂപം, കണ്ണുനീരെല്ലാം കണ്ണിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ തൊണ്ടയില് വരണ്ട് ആകെ അസ്വസ്ഥമാവും. അപ്പൊ തൊണ്ട വരളാതിരിക്കാൻ വേണ്ടി, വരണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് കുട്ടി കണ്ണടച്ചുകൊണ്ട് കരയുന്നത്. ആ ചെറിയ കുട്ടിക്ക് പോലും അള്ളാഹു അതിനുള്ള സന്ദേശം നൽകിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ കണ്ണിനെ പറ്റി, നമ്മുടെ ചുണ്ടിനെ പറ്റി ഒക്കെ അങ്ങനെയാണല്ലോ. വായിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പോവാതിരിക്കാൻ